നമസ്കാരം, എവർക്കും പേസ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിൽ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സെലക്റ്റഡ് ക്വസ്റ്റിൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. TDPS സംവിധാനത്തിലൂടെ രാജ്യത്തെ എത്ര ശതമാനം വരുന്ന ഗ്രാമീണ ജനതയ്ക്ക് ആനുകൂല്യം ലഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്? 76% ഗ്രാമീണ ജനതയ്ക്ക് ആനുകൂല്യം ലഭിക്കാനാണ് TDPS സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിൽ അർഹതപ്പെട്ട പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. പൊതുവിതരണ സമ്പ്രദായത്തിൽ അർഹതപ്പെട്ട പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ തുടങ്ങിയവർക്ക് പോഷകാഹാര മൂല്യത്തിന് പുറമെ 6 മാസത്തേക്ക് മാതൃത്വ ആനുകൂല്യം ലഭിക്കുന്നത് പ്രതിമാസം 1000 രൂപ വെച്ചാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ തുടങ്ങിയവർക്ക് പോഷകാഹാര മൂല്യത്തിന് പുറമെ 6 മാസത്തേക്ക് മാതൃത്വ ആനുകൂല്യം ലഭിക്കുന്നത് പ്രതിമാസം 1000 രൂപ നിരക്കിലാണ്. ഒന്നുകൂടെ നോക്കാം. TDPS സംവിധാനത്തിലൂടെ രാജ്യത്തെ എത്ര ശതമാനം വരുന്ന ഗ്രാമീണ ജനതയ്ക്കാണ് ആനുകൂല്യം ലഭിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ 76%. പൊതുവിതരണ സമ്പ്രദായത്തിൽ അർഹതപ്പെട്ട പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ തുടങ്ങിയവർക്ക് പോഷകാഹാര മൂല്യത്തിന് പുറമെ 6 മാസത്തേക്ക് മാതൃത്വ ആനുകൂല്യം ലഭിക്കുന്നത് പ്രതിമാസം 1000 രൂപ നിരക്കിലാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണം സൗജന്യമായും മിതമായ നിരക്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്ന വിഭാഗങ്ങൾ അശരണരും, അനാഥരും, അപകടത്തിൽപ്പെടുന്നവർ, പ്രകൃതിക്ഷോഭത്തിൽപ്പെടുന്നവർ തുടങ്ങിയവർക്കാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണം സൗജന്യമായും മിതമായ നിരക്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്ന വിഭാഗങ്ങളാണ് അശരണരും, അനാഥരും, അപകടത്തിൽപ്പെടുന്നവരും, പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവരും. ഭക്ഷ്യഭദ്രതാ അലവൻസ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഭക്ഷ്യഭദ്രതാ അലവൻസ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പൂളിൽ നിന്നും അനുവദിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവിൽ കുറവ് നേരിടുമ്പോൾ അനുവദിക്കുന്ന പ്രത്യേക ഫണ്ടാണ് ഭക്ഷ്യസുരക്ഷാ അലവൻസ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പൂളിൽ നിന്നും അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ കുറവ് നേരിടുമ്പോൾ അനുവദിക്കുന്ന പ്രത്യേക ഫണ്ടാണ് ഭക്ഷ്യസുരക്ഷാ അലവൻസ്. ഒന്നുകൂടി നോക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണം സൗജന്യമായും മിതമായ നിരക്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്ന വിഭാഗങ്ങളാണ് അശരണരും, അനാഥരും, അപകടത്തിൽപ്പെടുന്നവരും, പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവർക്കും വേണ്ടി. ഭക്ഷ്യഭദ്രതാ അലവൻസ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പൂളിൽ നിന്നും അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ കുറവ് നേരിടുമ്പോൾ അനുവദിക്കുന്ന പ്രത്യേക ഫണ്ടാണ് ഭക്ഷ്യസുരക്ഷാ അലവൻസ്. ഭക്ഷ്യഭദ്രതാ ഭത്തയുടെ നോഡൽ ഓഫീസറാണ് റേഷനിംഗ് ഇൻസ്പെക്ടർ. ഭക്ഷ്യഭദ്രതാ ഭത്തയുടെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് റേഷനിംഗ് ഇൻസ്പെക്ടറാണ്. രാജ്യത്തെ എത്ര കുടുംബങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്? 2.5 കോടി ജനങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വിവിധ ഭക്ഷ്യധാന്യങ്ങൾ ജില്ലകളിൽ എത്തിയതിനു ശേഷം അത് വിവിധ താലൂക്കുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ജില്ലാ സപ്ലൈ ഓഫീസറാണ്. റേഷൻ രേഖ എന്നറിയപ്പെടുന്നത് റേഷൻ കാർഡാണ്. ഭക്ഷ്യഭദ്രതാ ഭത്തയുടെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് റേഷനിംഗ് ഇൻസ്പെക്ടറാണ്. രാജ്യത്തെ എത്ര കുടുംബങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2.5 കോടി ജനങ്ങളാണ്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വിവിധ ഭക്ഷ്യധാന്യങ്ങൾ ജില്ലകളിൽ എത്തിയതിനു ശേഷം അത് വിവിധ താലൂക്കുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ജില്ലാ സപ്ലൈ ഓഫീസറാണ്. റേഷൻ രേഖ എന്നറിയപ്പെടുന്നത് റേഷൻ കാർഡാണ്. നിലവിൽ റേഷൻ കാർഡുകളുടെ എണ്ണം 5 ആണ്. പുതുതായി ഒരു ബ്രൗൺ കളർ കാർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 കാർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. റേഷൻ കാർഡിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസറാണ്. നഗരപ്രദേശങ്ങളിലെ റേഷൻ കാർഡിൽ ഒപ്പുവയ്ക്കുന്നത് സിറ്റി റേഷനിംഗ് ഓഫീസറാണ്. ഭക്ഷ്യകാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം. ഭക്ഷ്യകാർഷിക സംഘടനയുടെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, പ്രായോഗികത, ഉപഭോഗം, സ്ഥിരത തുടങ്ങിയവ. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, പ്രായോഗികത, ഉപഭോഗം, സ്ഥിരത തുടങ്ങിയവ. ഭക്ഷ്യ കാർഷിക സംഘടന രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 16. നിലവിലെ റേഷൻ കാർഡുകളുടെ എണ്ണം 5. റേഷൻ കാർഡിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസറാണ്.
നഗരപ്രദേശങ്ങളിലെ റേഷൻ കാർഡിൽ ഒപ്പുവെക്കുന്നത് സിറ്റി റേഷനിങ് ഓഫീസറാണ്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, പ്രായോഗികത, ഉപഭോഗം, സ്ഥിരത തുടങ്ങിയവയാണ്. ഭക്ഷ്യ കാർഷിക സംഘടന രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ വേൾഡ് ഫുഡ് കോൺഫറൻസ് നടന്നത് 1974. ആദ്യത്തെ വേൾഡ് ഫുഡ് കോൺഫറൻസ് നടന്നത് 1974. അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് 2000 ഡിസംബർ 25. അന്ത്യോദയ അന്ന യോജന AAY ആരംഭിച്ചത് 2000 ഡിസംബർ 25. ഇത് ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി AP വാജ്പേയി ആയിരുന്നു. AAY പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഒന്നുകൂടി നോക്കാം. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ വേൾഡ് ഫുഡ് കോൺഫറൻസ് നടന്നത് 1974. AAY പദ്ധതി ആരംഭിച്ചത് 2000 ഡിസംബർ 25. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയി. AAY പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1965 ജനുവരി 14. 1965 ജനുവരി 14 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള സോണൽ ഓഫീസുകൾ 5 എണ്ണമാണ്. സൗത്ത് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം ചെന്നൈ, നോർത്ത് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം നോയിഡ, ഈസ്റ്റ് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത, വെസ്റ്റ് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം മുംബൈ, നോർത്ത് ഈസ്റ്റ് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം ഗുവാഹത്തി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1965 ജനുവരി 14. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സോണൽ ഓഫീസുകളുടെ എണ്ണം 5. ഇന്ത്യയിലെ ഓഫീസുകളുടെ എണ്ണം 5. സൗത്ത് സോണൽ ഓഫീസിൻ്റെ ആസ്ഥാനം ചെന്നൈ, നോർത്ത് സോണൽ ഓഫീസ് നോയിഡ, ഈസ്റ്റ് സോണൽ ഓഫീസ് കൊൽക്കത്ത, വെസ്റ്റ് സോണൽ ഓഫീസ് മുംബൈ, നോർത്ത് ഈസ്റ്റ് സോണൽ ഓഫീസ് ഗുവാഹത്തി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ജില്ലാ ഓഫീസ് സ്ഥാപിതമായത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. കേരളത്തിലെ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് നിലവിൽ വന്നത് 2018. കേരളത്തിൽ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് നിലവിൽ വന്നത് 2018. ഉപഭോക്തൃ സംബന്ധമായ വിഷയത്തിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പറാണ് 1800 425 1550. 1800 425 1550. റേഷൻ വിതരണ സംബന്ധമായ വിഷയങ്ങൾക്ക് പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പറാണ് 1967. 1967 ആണ് റേഷൻ വിതരണ സംബന്ധമായ വിഷയങ്ങളിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ. കേരളം TPDSലേക്ക് മാറിയത്, അതായത് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയത് 1997. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി നിയമം പാസ്സായത് 1988. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി നിയമം പാസ്സായത് 1988. ഒന്നുകൂടി നോക്കാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ജില്ലാ ഓഫീസ് സ്ഥാപിതമായത് തമിഴ്നാട്ടിലെ തഞ്ചാവൂര്. കേരളത്തിൽ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് നിലവിൽ വന്നത് 2018. ഉപഭോക്തൃ സംബന്ധമായ വിഷയത്തിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ 1800 425 1550. റേഷൻ വിതരണ സംബന്ധമായ വിഷയങ്ങൾക്ക് പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ 1967. കേരളം ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയത് 1997. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി നിയമം പാസ്സാക്കിയത് 1988. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ മാഞ്ഞാലിക്കുളം. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ ആസ്ഥാനം തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം. കേരള റേഷൻ ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ എണ്ണം 11 പേർ. ചെയർമാൻ ഉൾപ്പെടെ 11 പേരാണ് കേരള റേഷൻ ക്ഷേമനിധിയിലെ അംഗങ്ങൾ. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അറിയുന്നത് സിവിൽ സപ്ലൈസ് കമ്മീഷണറാണ്. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ആയിരിക്കും. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ CEO എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ആണ്. സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ആണ് CEO എന്നറിയപ്പെടുന്നത്. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ മാഞ്ഞാലിക്കുളം. കേരള റേഷൻ ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 11 പേർ. ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സിവിൽ സപ്ലൈസ് കമ്മീഷണറാണ്.
കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ CEO എന്നറിയപ്പെടുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ആയിരിക്കും. ചെയർമാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറും CEO സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ്ങും ആയിരിക്കും. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ പെൻഷൻ പ്രായം 62 വയസ്സാണ്. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയിൽ പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക 1500 രൂപയാണ്. പെൻഷൻ പ്രായം 62 വയസ്സ്, പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക 1500 രൂപ. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയിൽ നിന്നും പലിശരഹിത വായ്പ ലഭിക്കാൻ വേണ്ടി പൂർത്തിയാക്കേണ്ട വർഷം 5 വർഷം പൂർത്തിയാക്കിയവർക്കാണ് ക്ഷേമനിധിയിൽ നിന്നും പലിശരഹിത വായ്പ ലഭിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ പെൻഷൻ പ്രായം 62, ലഭിക്കുന്ന പെൻഷൻ തുക 1500 രൂപ. കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയിൽ നിന്നും പലിശരഹിത വായ്പ ലഭിക്കാൻ വേണ്ടി പൂർത്തിയാക്കേണ്ട വർഷം 5 വർഷം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കുട്ടികളുടെ പേര് റേഷൻ കാർഡിൽ വരാൻ തികയേണ്ട പ്രായം 2 വയസ്സാണ്. കുട്ടികളുടെ പേര് റേഷൻ കാർഡിൽ വരാൻ തികയേണ്ട പ്രായം 2 വയസ്സ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ന്യൂഡൽഹിയാണ്. ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിനായി എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായി അവ ആർജിക്കാനുള്ള ശേഷി നിലനിൽക്കുന്നതിന് പറയുന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്ന്. ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിനായി എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായി അവ ആർജിക്കാനുള്ള ശേഷി നിലനിർത്തുന്നതിന് പറയുന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്ന്. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഈ നിർവചനം നൽകിയത് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയാണ്. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോമാണ്. ഒന്നുകൂടി നോക്കാം. കുട്ടികളുടെ പേര് റേഷൻ കാർഡിൽ വരാൻ തികയേണ്ട പ്രായം 2 വയസ്സാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ന്യൂഡൽഹിയാണ്. അതുപോലെ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിനായി എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായി അവ ആർജിക്കാനുള്ള ശേഷി നിലനിർത്തുന്നതിന് പറയുന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്ന്. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഈ നിർവചനം നൽകിയത് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയാണ്. അന്ത്യോദയ അന്ന യോജന പദ്ധതി തുടക്കകാലത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എത്ര കുടുംബങ്ങൾക്കാണ് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചത്? 1 കോടി ജനങ്ങൾക്കാണ് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്നും വാങ്ങി സംഭരിക്കുന്നത്? 12 മുതൽ 15 വരെ. ഇന്ത്യയുടെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്ന് വാങ്ങി സംഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ 12 മുതൽ 15% വരെ. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ഗോതമ്പ് ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്നും വാങ്ങി സംഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ 15 മുതൽ 20 വരെ. അന്ത്യോദയ അന്ന യോജന പദ്ധതി തുടക്കകാലത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എത്ര കുടുംബങ്ങൾക്കാണ് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ 1 കോടി ജനങ്ങൾക്ക്. അതുപോലെ ഇന്ത്യയുടെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്ന് വാങ്ങി സംഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 12 മുതൽ 15% വരെ. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ഗോതമ്പ് ഉൽപ്പാദനത്തിൻ്റെയാണ് ചോദിച്ചതെങ്കിൽ 15 മുതൽ 20% വരെ. ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദീതടമാണ്. ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദീതടമാണ്. കേരളത്തിൽ പൊതുവിതരണ നിയന്ത്രണ ഓർഡർ പാസ്സാക്കിയത് 2001 ആണ്. കേരളത്തിൽ പൊതുവിതരണ നിയന്ത്രണ ഓർഡർ പാസ്സാക്കിയത് 2001. ഇ-പോസ് മെഷീൻ നിലവിൽ വന്നത് 2018 ജനുവരി 6-നാണ്. ഇ-പോസ് മെഷീൻ നിലവിൽ വന്നത് 2018 ജനുവരി 6-നാണ്. ഇ-പോസ് മെഷീന് സാങ്കേതിക സഹായം നൽകിയത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആന്ധ്ര ഘടകമാണ്. ഇ-പോസ് മെഷീന് സാങ്കേതിക സഹായം നൽകിയത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആന്ധ്ര ഘടകം ആണ്. ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇ-പോസ് മെഷീൻ സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇ-പോസ് മെഷീൻ സ്ഥാപിച്ചത്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദീതടമാണ്. കേരളത്തിൽ പൊതുവിതരണ നിയന്ത്രണ ഓർഡർ പാസ്സാക്കിയത് 2001. ഇ-പോസ് മെഷീൻ നിലവിൽ വന്നത് 2018 ജനുവരി 6-ന്.
ഇ പോസ് മെഷീന് സാങ്കേതിക സഹായം നൽകിയത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആന്ധ്ര ഘടകം. ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇ പോസ് മെഷീൻ സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ. ഈ റേഷൻ കാർഡ് നിലവിൽ വന്നത് 2021 ഫെബ്രുവരി 12-നാണ്. ഈ റേഷൻ കാർഡ് നിലവിൽ വന്നത് 2021 ഫെബ്രുവരി 12 മുതലാണ്. ഈ റേഷൻ കാർഡ് ആദ്യമായി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. സ്മാർട്ട് റേഷൻ കാർഡ് എന്നാൽ ATM കാർഡിൻ്റെ വലിപ്പത്തിലുള്ള PVC പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് റേഷൻ കാർഡ്. സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ മുൻഭാഗത്ത് കാണുന്നവയാണ് ഉടമയുടെ പേര്, ഫോട്ടോ, ബാർകോഡ്, QR കോഡ് തുടങ്ങിയവ. സ്മാർട്ട് റേഷൻ കാർഡിന് മുൻഭാഗത്ത് കാണപ്പെടുന്നവ ഉടമയുടെ പേര്, ഫോട്ടോ, ബാർകോഡ്, QR കോഡ് തുടങ്ങിയവ. സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് കാണപ്പെടുന്നത് റേഷൻ കട നമ്പർ, വീട് വൈദ്യുതീകരിച്ചോ LPG കണക്ഷൻ ഉണ്ടോ എന്നീ വിവരങ്ങൾ. ഈ റേഷൻ കാർഡ് നിലവിൽ വന്നത് 2021 ഫെബ്രുവരി 12 മുതലാണ്. ഈ റേഷൻ കാർഡ് ആദ്യമായി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സ്മാർട്ട് റേഷൻ കാർഡ് എന്നാൽ ATM കാർഡിൻ്റെ വലുപ്പത്തിലുള്ള PVC പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് റേഷൻ കാർഡ്. സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്നവ ഉടമയുടെ പേര്, ഫോട്ടോ, ബാർകോഡ്, QR കോഡ് തുടങ്ങിയവയാണ്. സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് കാണപ്പെടുന്നവയാണ് റേഷൻ കട നമ്പർ, വീട് വൈദ്യുതീകരിച്ചോ LPG കണക്ഷൻ ഉണ്ടോ എന്നീ വിവരങ്ങളാണ് സ്മാർട്ട് റേഷൻ കാർഡ് അല്ലെങ്കിൽ ഈ റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് ഉൽപ്പാദന, വിതരണ, വിൽപ്പന രംഗത്ത് പൂർണ്ണമായും ലൈസൻസ് പൂർത്തീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിച്ചത് KK ശൈലജ ടീച്ചറാണ്. 2018 മാർച്ച് 19-നാണ് KK ശൈലജ ടീച്ചർ ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിച്ചത്. ഒരു സ്ഥാപനത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഉപഭോക്താക്കളായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഉപഭോക്താക്കളാണ്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് ഉൽപ്പാദന, വിതരണ, വിൽപ്പന രംഗത്ത് പൂർണ്ണമായും ലൈസൻസ് പൂർത്തീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിച്ചത് KK ശൈലജ ടീച്ചർ 2018 മാർച്ച് 19-ന്. ഒരു സ്ഥാപനത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഉപഭോക്താക്കളാണ്. താങ്ക് യു.